ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാരോപിച്ച് ബി.ജെ.പി. ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്കാണ് ചൊവ്വാഴ്ച രേഖാമൂലം പരാതി നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലായിരിക്കെ കെജ്രിവാൾ ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന് ആം ആദ്മി പറഞ്ഞതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തത്. നിലവിൽ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ജലവിതരണ മന്ത്രി അതിഷീക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ നഗരത്തിലെ എല്ലാ മൊഹല്ല ക്ലിനിക്കുകളിലും മരുന്നുകൾ ലഭ്യമാക്കണമെന്നും കെജ്രിവാൾ നിർദ്ദേശം കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് കെജ്രിവാളിന്റെ നടപടി ചോദ്യം ചെയ്ത് ബി.ജെ.പി. പരാതി നൽകിയത്. കെജ്രിവാൾ ഇ.ഡി. കസ്റ്റഡിയിലായതിനാൽ നിർദ്ദേശം നൽകാൻ അധികാരമില്ലെന്നും ഡൽഹി സർക്കാരിന്റെ ലെറ്റർ ഹെഡിൽ എങ്ങനെയാണ് കെജ്രിവാൾ ഉത്തരവിറക്കിയതെന്നും ബി.ജെ.പി. ദേശീയ സെക്രട്ടറി മഞ്ജീന്ദർ സിംഗ് സിർസ പരാതിയിൽ ഉന്നയിച്ചു. ഉത്തരവ് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് മഞ്ജീന്ദർ സിംഗ് പറഞ്ഞു. ദുരുപയോഗം സംബന്ധിച്ച് എഫ്.ഐ.ആർ. രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കുന്നത് തടയാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ബി.ജെ.പിക്ക് 1000 കേസുകൾ കൂടി ഫയൽ ചെയ്യാം. എന്നാൽ അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് കെജ്രിവാളിനെ തടയില്ല, ആം ആദ്മി പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമമാണിതെന്നും AAP ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയില്ലെന്നും കസ്റ്റഡിയിൽ നിന്നോ ജയിലിൽ നിന്നോ ഭരണം തുടരുമെന്നും AAP വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്ക പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുന്നതായി നീതിയുക്തമായ നിയമ നടപടികളാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കി. ഡൽഹി മദ്യനയ കേസിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ടി ഡെപ്യൂട്ടി എൻവോയ് ജോർജ് എൻസ് വെയ്ലറും രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇ.ഡിയുടേത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. കേസ് ഉടൻ പരിഗണിക്കണമെന്നാണ് ഹർജിയിലെ പ്രത്യേക ആവശ്യം. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രംഗത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് വിളിക്കുന്നത്. എവിടെയാണ് ജനാധിപത്യമുള്ളത്? കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും 140 കോടി ജനങ്ങളുടെയും സംരക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്, ഭഗവന്ത് മാൻ പറഞ്ഞു. ഒരു സർക്കാരിന് ജയിലിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് എവിടെയാണ് എഴുതിവെച്ചിട്ടുള്ളത്? നിങ്ങൾ പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ അവർക്ക് എല്ലാവരെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യാനാകുമല്ലോ. നിയമം പറയുന്നത് ഒരാൾ കുറ്റവാളിയാണെന്ന് വിധിക്കും വരെ അയാൾക്ക് സർക്കാരിനെ ഭരിക്കാമെന്നാണ് ഭഗവന്ത് മാൻ കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.